വികസനത്തെക്കുറിച്ച് പറയാൻ ഒന്നുമില്ലാതാകുമ്പോൾ വർഗീയതയും സമുദായ സ്നേഹവും വോട്ടാക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിന്റെയും UDFന്റെയും തനി നിറമാണ് പേരാമ്പ്രയിൽ പുറത്തുവരുന്നത്. നമ്മുടെ ഗൗമിലെ കുട്ടിക്ക്, അതായത് നമ്മുടെ സമുദായത്തിലെ കുട്ടിക്ക് നമ്മുടെ വോട്ട് എന്ന പരസ്യമായ വർഗീയ പ്രചാരണത്തിലൂടെ വോട്ടർമാരെ ഭിന്നിപ്പിക്കാനാണ് സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ ശ്രമിക്കുന്നത്. ജനാധിപത്യ മൂല്യങ്ങളെ കാറ്റിൽ പറത്തി മതം പറഞ്ഞു വോട്ട് പിടിക്കുന്ന തഹ്ലിയയുടെ നീക്കങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ശക്തമാകുന്നത്. വർഗീയ സംഘടനയായി പൊതുസമൂഹം കാണുന്ന വെൽഫെയർ പാർട്ടിയുമായി കൈകോർത്ത് രഹസ്യ ചങ്ങാത്തത്തിലൂടെ വോട്ട് ഉറപ്പിക്കാനായിരുന്നു തഹ്ലിയയുടെ നീക്കം. വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അതീവ രഹസ്യമായി പങ്കെടുക്കാനെത്തിയ തഹ്ലിയയുടെ നീക്കം ലീക്കായതോടെ പുള്ളിക്കാരി മുങ്ങി. മാധ്യമങ്ങൾ വളഞ്ഞതോടെ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന തഹ്ലിയ തനിക്ക് ശാരീരിക അസ്വസ്ഥതകളാണെന്ന വിചിത്രവാദമാണ് തള്ളിവിട്ടത്. വർഗീയ വോട്ടുകൾക്കായി ഏത് തീവ്രവാദ സംഘടനകളുമായും കൂട്ടുകൂടാൻ മടിയില്ലാത്ത മുസ്ലിം ലീഗിന്റെ പാപ്പരത്തമല്ല ഇവിടെ തെളിയുന്നത്. മതമൗലികവാദികളുടെ പിന്തുണ തേടി ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന ഈ നീക്കങ്ങൾ പേരാമ്പ്രയിലെ പ്രബുദ്ധരായ വോട്ടർമാർ തിരിച്ചറിയുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണനെതിരെ തഹ്ലിയ നടത്തുന്ന പ്രതിരോധം വെറും നിഴൽ യുദ്ധം മാത്രമാണ്. വർഗീയ പ്രീണനത്തിന്റെ കാര്യത്തിൽ LDFും UDFും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. സമുദായ കാർഡ് ഇറക്കി കളിക്കുന്ന ലീഗിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന CPM മറുവശത്ത് ഇതേ വർഗീയ ശക്തികളുമായി അന്തർധാര സജീവമാക്കുകയാണ്. ജാതിയും മതവും പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത് നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ്. വികസനത്തെക്കുറിച്ചോ നാടിന്റെ പുരോഗതിയെക്കുറിച്ചോ സംസാരിക്കാൻ തഹ്ലിയയ്ക്കോ UDFനോ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് വർഗീയ സംഘടനകളുടെയും മതക്കാർഡിന്റെയും പിന്നാലെ പോകേണ്ടി വരുന്നത്. നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്യുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന വികസന രാഷ്ട്രീയത്തിന് മുന്നിൽ ഇത്തരം വർഗീയ അജണ്ടകൾ വില പോകില്ല. മതമൗലികവാദികളെ കൂട്ടുപിടിച്ച് അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന തഹ്ലിയയ്ക്കും UDFനും പേരാമ്പ്രയിലെ ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകുമെന്നുറപ്പാണ്. അതിന് കാത്തിരിക്കാൻ ഇനി അധിക ദിവസവുമില്ല.